ഇടുക്കി ജില്ലയിൽ തങ്കമണി വില്ലേജിൽ കാമാക്ഷി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ താമസിക്കുന്ന മൂക്കൻ തോട്ടത്തിൽ സുനിലും കുടുംബവും നിത്യ രോഗികളാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, പവിത്രം പരിശുദ്ധം. സുനിലും 2 മക്കളും കിടപ്പ് രോഗികളാണ്. സുനിലിന് കാഴ്ച നഷ്ടമാവുകയും കരൾ രോഗവും അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ കിഡ്നി രോഗബാധിതനാകുകയും ഡിപ്രഷൻ ബാധിക്കുകയും ചെയ്തു. ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമാണ്. 18 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ മകൾ സാന്ദ്ര 9 വർഷമായി മെറ്റബോളിക് സിൻഡ്രോം എന്ന അമിത വണ്ണത്തിന് ഉടമയാണ്. കൂടാതെ സ്ലീപ്പ് അപ്പീനിയ, ആസ്മ, യൂറോളജി എന്നീ അസുഖങ്ങളുമുണ്ട്. 22 വയസ്സുള്ള മകൻ സുബിൻ അമിതവണ്ണം കാരണം ബുദ്ധിമുട്ടുകയാണ്. കൂടാതെ നിരവധി രോഗങ്ങളും. ഇടുക്കി ജില്ലയിൽ തങ്കമണി വില്ലേജിലെ കാമാക്ഷിക്കരയിലെ കാമാക്ഷി പഞ്ചായത്തിലെ 7-ാം വാർഡിലെ നെല്ലിപ്പാറയിലെ മൂക്കൻതോട്ടത്തിലെ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ എത്തിയിരിക്കുന്നത്. ആ വീട്ടിൽ 4 പേരാണുള്ളത്. 2 മക്കളും. അതിലെ 2 മക്കളിലും സുനില്, ബിന്ദു, സാന്ദ്ര, സുബിൻ ഇതിലെ 2 മക്കളും രോഗികളാണ്. ഇപ്പം സുനിലേട്ടനും സാന്ദ്ര മോളും ഓക്സിജന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. 24 മണിക്കൂർ അവർക്ക് ഓക്സിജന്റെ സപ്പോർട്ട് വേണം. അവർ 2 ഭിന്നശേഷിക്കാരിയായ ഒരു മോളാണ്. അമിത വണ്ണമാണ് അവരുടെ രോഗം. ഒരു കുടുംബത്തിലെ 4 പേരും ഒരേപോലെ തന്നെ രോഗികളാണ്. ബിന്ദു ചേച്ചിയാണ് കുടുംബം തന്നെ അത്യാവശ്യമായിട്ട് ബിന്ദു ചേച്ചിയുടെ സപ്പോർട്ട്. ഭാര്യ ബിന്ദുവിന് നട്ടൽ സംബന്ധമായ രോഗവുമുണ്ട്. കൂടാതെ ലങ്സ് ചുരുങ്ങുന്ന അവസ്ഥയിൽ ശ്വാസമുട്ടലും. ഇപ്പോൾ ഭർത്താവിന്റെയും മക്കളുടെയും ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി കാമാക്ഷി ഇരട്ടയാർ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ സഹായനിധിയും രൂപീകരിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഒരു മാസം 80,000 രൂപ ഓക്സിജന് മുടക്കിക്കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാമാക്ഷി പഞ്ചായത്തിൽ നിലവിലുണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു കുടുംബത്തിലെ 4 പേരും അച്ഛനും അമ്മയും 2 മക്കളും അവർക്ക് അമിത വണ്ണം എന്നൊരു രോഗവും അതോടൊപ്പം ഹാർട്ടിന് 4 പേർക്കും ഹാർട്ടിന് തകരാറും. അപ്പം നിലവിൽ ഇപ്പോൾ 2 രോഗികൾ അച്ഛനും മകളും ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. 24 മണിക്കൂറും അവർക്ക് ഓക്സിജൻ വേണ്ട ഒരു സാഹചര്യമാണ്. ഏകദേശം ഒരു ദിവസം തന്നെ 8,000 രൂപയോളം ഓക്സിജൻ തന്നെ ആവുന്നുണ്ട്. പിന്നെ അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു മാസം ഓക്സിജനായി 80,000 രൂപയും അതോടൊപ്പം മരുന്ന് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയി എല്ലാം കൂടെ വരുമ്പോൾ ഒരു മാസം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം ചെലവ് അവർക്ക് നിലവിൽ വേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പം നമുക്ക് അവിടെയുള്ള നല്ലവരായ ജനങ്ങളെല്ലാം സഹായിച്ചാണ് നിലവിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ എത്ര നാളും അച്ഛൻ്റെ ഒരു തണലിലായിരുന്നു അവരൊരു ചെറിയൊരു ചായക്കടയൊക്കെ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും അദ്ദേഹത്തിനും ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചെറുതായ അല്ലെങ്കിൽ ഒരു സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് നിത്യ രീതിയിൽ ദിവസവും ഉള്ള സഹായങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം അവിടെയുള്ള കാമാക്ഷി പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഇരട്ടയാർ പഞ്ചായത്തിലെ 12-ാം വാർഡ് ഇരട്ടയാർ പഞ്ചായത്തും കൂടെ കൂടിച്ചേർന്ന് ഒരു സഹായ ഹസ്തം എന്ന രീതിയിലൊരു സഹായനിധി രൂപീകരിക്കുകയും അതിൻ്റെ അകത്ത് നമ്മുടെ നെല്ലിപ്പാറയിലെ അച്ഛനും അതുപോലെ തന്നെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ മറ്റ് മതസംഘടനാ പ്രതിനിധികളെല്ലാം കൂടിച്ചേർന്ന് അതിൻ്റെ ചെയർമാനായിട്ട് കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനു, അതുപോലെ തന്നെ അതിൻ്റെ കൺവീനറായി 12-ാം വാർഡ് മെമ്പർ ആനന്ദ് അടക്കമുള്ള ഒരു സഹായഹസ്തം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരെ പരമാവധി സഹായിക്കാൻ വേണ്ടി നമ്മൾ നല്ലവരായ ഇവിടെയുള്ള ഇടുക്കി ജില്ലയിലെ മുഴുവൻ അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകളും കൂടെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഈ പറയുന്ന ഹോട്ടലിൽ ചെറിയ ചായയും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പം എല്ലാ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും അസുഖം വന്നതോടെ അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമായി പോകുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിക്കാണെങ്കിൽ ഏകദേശം ഒരു 150-160 കിലോളം 2 പേർക്കും ഭാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കട്ടിലെ തന്നെ കിടക്കുന്നൊരു സ്ഥിതിവിശേഷമാണ്. അപ്പം അവരെ സഹായിക്കാൻ വേണ്ടി നല്ലവരായ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും
അതിൻ്റെ അകത്ത് എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ കുടുംബത്തിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി തങ്കമണി യൂണിയൻ ബാങ്കിൽ സാന്ദ്ര സുനിലിന്റെ പേരിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. സുമൻസുകൾ കനിയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കുടുംബത്തിന്റെ തുടർ ചികിത്സയ്ക്കായി തങ്കമണി യൂണിയൻ ബാങ്കിൽ മകൾ സാന്ദ്ര സുനിലിന്റെ പേരിൽ അക്കൗണ്ടും ആരംഭിച്ചതായി സാഹസംഘം ഭാരവാഹികളായ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് വിളയിൽ, സിബി കുര്യൻ എന്നിവർ പറഞ്ഞു. സുമൻസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ നെക്ലസ് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. പവിത്ര ഗോൾഡിൽ ഇത് കണ്ട അന്നു മുതൽ ഞാനിതിനായി വാശി പിടിച്ചോണ്ടിരുന്നു. അന്ന് അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്റെ കല്യാണത്തിന് വാങ്ങിത്തരാന്ന്. നാളെ ഇതൊക്കെ ഇട്ട് ഒരു നവവധുവായി ചേച്ചി വരുമ്പോ ചേച്ചിയെ കാണാൻ അടിപൊളിയായിരിക്കും. 2-3 കൊല്ലം കഴിഞ്ഞാലേ ഇതെല്ലാം എനിക്കും വാങ്ങിക്കും. പവിത്ര ഗോൾഡിന് തന്നെ. ആഹാ, പവിത്ര ഗോൾഡ്, പവിത്രം പരിശുദ്ധം.